പശ്ചിമേഷ്യയിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഒരു കൊച്ചു രാജ്യമാണ് സർവൈവ് ചെയ്തത്. അത് ഒമാനാണ്. ഒമാൻ ഒരു ചെറിയ രാജ്യമാണ്. ഈ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന് പറയുന്നത് ഏകദേശം പരമാവധി പോയാൽ ഒരു 50 ലക്ഷത്തിനടുത്ത് ജനസംഖ്യ മാത്രമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ഇതിലാകെ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം 35-40% പ്രവാസികളാണ്. അതിൽ തന്നെ കൂടുതലും ഇന്ത്യക്കാരാണ്. ഇതിൻ്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 3,09,500 കേരളവുമായി വളരെ പെട്ടെന്ന് നമ്മൾ ഒമാനെ ഒന്ന് താരതമ്യം ചെയ്താൽ ഒമാൻ കേരളത്തെക്കാൾ 8 മടങ്ങ് വലുതാണ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നീണ്ട കടൽ തീരങ്ങളുണ്ട്. ഏതാണ്ട് 3200 കിലോമീറ്റർ ഒമാനിൻ്റേത് കടൽ തീരങ്ങളാണ്. മലനിരകളുണ്ട്, എല്ലാമുണ്ട്. അതോടൊപ്പം തന്നെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും പിന്നെ ധാതുക്കളുടെയും ഒക്കെ സാന്നിധ്യമുണ്ട്. സമുദ്രവിഭവങ്ങളുണ്ട്, സുഗന്ധദ്രവ്യങ്ങളുണ്ട്. ഈ ഒമാനിലാണ് നമ്മുടെ ഏതാണ്ട് കോഴിക്കോട് കടൽ തീരത്തിൻ്റെ ഒക്കെ മാതൃകയുള്ള നല്ല സുന്ദരമായ ഇളം കരിക്ക് കിട്ടുന്ന സലാലയൊക്കെ ഉള്ളത്. എനിക്കൊരുപാട് ഹൃദയബന്ധുക്കളായ സുഹൃത്തുക്കളുള്ള നാടുകൂടിയാണ് സലാല. ഒരു തവണ ഇവിടെ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയിരുന്നു. വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു പങ്ക് വഹിക്കുകയും ഒരു വലിയ പ്രാധാന്യം ലഭിക്കുകയും ചെയ്ത രാജ്യത്തിൽ ഒന്നാണ് ഈ ഒമാൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒമാൻ ഇത്രയും ഒരു പ്രാധാന്യം കിട്ടിയത് എന്നുള്ള അന്വേഷണത്തിലാണ് ചില ഘടകങ്ങൾ ചർച്ചയാവുന്നത്. അതിൽ ഒന്ന് ഈ സ്വിറ്റ്സർലൻഡ് മോഡലാണ്. ഈ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യം വളരെ മനോഹരമായ ഭംഗിയുള്ള ഒരു രാജ്യമാണ്. അവർ ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ ലോകത്ത് നിന്നെത്തുന്ന സ്വിറ്റ്സർലൻഡ് ഈ വലിയ അഭ്യാസങ്ങളൊന്നും കാണിച്ച് ഒന്നിലും കക്ഷി ചേരാതെ അവരുടെ ഒരു ചെറിയ ലോകത്തൊക്കെ ഒതുങ്ങി അങ്ങ് പോകുന്നൊരു ശൈലിയാണ്. ഈ യുദ്ധത്തിൽ ഒമാൻ സ്വീകരിച്ചതും ഒരു കൃത്യമായ ന്യൂട്രാലിറ്റിയുടെ ഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചേരിയിൽ ചേരാനോ അതിൻ്റെ കക്ഷിയാകാനോ അതിൻ്റെ വക്കാലത്തെടുക്കാനോ തയ്യാറാകാതെ ഒരു സ്വിറ്റ്സർലൻഡ് മോഡലിൽ. അതിലൊരു പ്രത്യേകതയുള്ളത്, ഈ ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയാണ് ഫെബ്രുവരി 26 അവസാനം നടക്കുന്നത്. 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ ആകുന്നതിന് മുമ്പാണ് അമേരിക്ക യാതൊരു പ്രകോപനവും കൂടാതെ ഇറാനിൽ ആക്രമണം നടത്തുന്നത്. അങ്ങനെയൊക്കെ നടത്തുമ്പോഴും ഒമാൻ അതിനകത്തൊരു നിഷ്പക്ഷതയുടെ മധ്യസ്ഥത അവർ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതുകൂടാതെ രണ്ടാമത്തെ ഒരു കാര്യം, അമേരിക്കയുമായി പ്രതിരോധത്തിലും സാമ്പത്തികത്തിലുമൊക്കെ പലതരം കരാറുകളുണ്ടെങ്കിലും ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധം സൂചിപ്പിക്കുകയും ഇറാനുമായി ഒരു പാലം തീർക്കുകയും ഈ ചർച്ചയിൽ ഇറാൻ്റെ പക്ഷത്തെന്നും അമേരിക്കയ്ക്ക് അമേരിക്കയുടെ പക്ഷമെന്നും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കൊള്ളാവുന്ന മധ്യസ്ഥൻ എന്ന തന്ത്രപ്രധാനമായ ഒരു നിലപാട് ഒമാൻ എടുത്തു. സാധാരണ പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ഖത്തർ എടുക്കാറുണ്ടായിരുന്നെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ അത്രമേൽ ഈ വിഷയത്തിൽ വിശ്വസ്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒമാനാണ് ഈ കാര്യത്തിൽ ഒരു പ്രാധാന്യം കിട്ടിയത്. അതാണ് രണ്ടാമത്തെ കാര്യം, തന്ത്രപ്രാധാന്യമുള്ള ഒരു സമാധാന ദൂതൻ്റെ റോള്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയോ? സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസിൻ്റെ പങ്കാളിത്തം അത് ഇറാനും ഒമാനും ചേർന്നാണ് യഥാർത്ഥത്തിൽ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വശം ഇറാൻ്റെയും മറുഭാഗം ഒമാൻ്റെയും, അതായത് മുസന്ത എന്ന് പറയുന്ന ആ പ്രവിശ്യയോട് ചേർന്ന അതിർത്തിയിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കപ്പൽ നീക്കത്തിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ രണ്ടുപേരും വളരെ സമവായത്തിലും സൗഹൃദത്തിലും പോയേ മതിയാവും. ഈ ഒമാൻ ഈ ഹോർമിസ് കടലിടുക്കിൻ്റെ തർക്കമെല്ലാം വരുമ്പോഴും ഇറാൻ അവകാശപ്പെടുന്നത് തങ്ങളും ഒമാനും ചേർന്ന് ഒരു കരാറുണ്ടാക്കും എന്നൊക്കെയാണ്. പക്ഷേ ഒമാനാകട്ടെ അതിൽ തന്ത്രപ്രാധാന്യമുള്ള ഒരു നിശബ്ദതയാണ് പാലിച്ചത്. അവരേതെങ്കിലും തരത്തിൽ വന്ന് അതിൻ്റെ അവകാശവാദം ഉന്നയിക്കുകയോ ഞങ്ങൾ ഇറാനോടൊപ്പം ചേർന്ന് അങ്ങനെ ചെയ്യുമെന്ന് പറയുകയോ അല്ലെങ്കിൽ ഇറാനെ തകർത്തിങ്ങനെ ചെയ്യുമെന്ന് പറയുകയോ ഒന്നും ചെയ്യാത്ത ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം അവിടുത്തെ ജനങ്ങളുടെ ഒരു പൊതുശീലം കൂടി അതിലുണ്ട് എന്ന് ചില മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്. അതായത് ഇബാദിസം പോലും അവർ പ്രയോഗിച്ചിരിക്കുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അവിടെ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അത് കൂടുതൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. അതായത് ഒരു ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു തീവ്ര നിലപാടുകാരല്ലാത്ത സഹിഷ്ണുതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണത്രേ. അവിടെ സുന്നിയും ഷിയയും ഒക്കെ ഉണ്ടെങ്കിലും അവരെ നയിക്കുന്ന ആ ഒരു പൊതുമിതത്വം ഈ കാര്യത്തിലും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ഈ നിലപാടുകൾ കൊണ്ടാണ് ചെറിയ രാജ്യമാണെങ്കിലും ഒമാൻ ഈ യുദ്ധത്തിൽ പരിക്കുകൾ കേൾക്കാതെ ചെറുപ്പത്തിലും തിളങ്ങുന്ന ഒരു മനോഹര രാജ്യമായി മിഡിൽ ഈസ്റ്റിൽ നിലകൊണ്ടത് എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്.